ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രെയർ മിനിസ്ട്രിയിൽ നിന്ന്. പേരുകൊണ്ട് അറിയപ്പെടുന്നത് പോലെ തന്നെ സെയിൻറ്റ് മേരീസ് പ്രെയർ മിനിസ്ട്രി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന മധ്യസ്ഥ പ്രാർത്ഥനകളും പ്രേക്ഷിത വേലകളും വചനപ്രഘോഷങ്ങളും ചെയ്യുന്ന മിനിസ്ട്രി. ആ മിനിസ്ട്രിയിൽ പരിശുദ്ധ അമ്മയോടൊപ്പം ഇന്ന് ഈ കൂട്ടായ്മയിലേക്ക് പ്രാർത്ഥനാ സഹായം തേടി വരുന്നവരെ, ബിഷപ്പിൻ്റെ വിളി എന്ന് തെരുവിലലഞ്ഞും അനാഥരുമായി നടക്കുന്ന എറണാകുളം പട്ടണത്തിൽ കഴിയുന്നവർക്കുള്ള ഒരു ഭക്ഷണ വിതരണ ശുശ്രൂഷ കോവിഡ് കാലം മുതൽ, ലോക്ക്ഡൗൺ കാലം മുതൽ ദൈവത്തിൻ്റെ കൃപയാലും പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥ ശക്തിയാലും തുടർന്നു കൊണ്ടുപോരുന്നത് ഇന്നും ദൈവകൃപയാൽ നിലനിന്നു പോകുന്നു. അപ്പോൾ വചനപ്രഘോഷണത്തോടൊപ്പം സാധിക്കുന്ന രീതിയിൽ പൊരിയുന്ന വയറുകളുടെ വിശപ്പ് അകറ്റിക്കൊണ്ടുള്ള തെരുവിലലഞ്ഞു നടക്കുന്ന അനാഥ മക്കളെ സനാഥരാക്കി മാറ്റാൻ, ഒരു നേരമെങ്കിലും അവരുടെ പൊരി അകറ്റാൻ ദൈവകൃപയാൽ പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥകളെ കൂട്ടായ്മയെ ഒരു വശത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറുവശത്ത് ആവുന്ന രീതിയിൽ ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞ യേശുവിനെ പരിശുദ്ധ മറിയത്തിൻ്റെ മധ്യസ്ഥത്തിലൂടെ അനേകർക്ക്, യേശുവിനെ അറിയാത്ത ജാതി മതഭേദമന്യേ അനേകർക്ക് പങ്കുവെച്ചു കൊടുക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തു. എൻ്റെ ജീവിതവും പരിശുദ്ധ അമ്മയുടെ സ്തുതിഗീതവും മറിയത്തിലൂടെ ഈ ഷോയിലേക്ക് ഹാർമോണിയം വെച്ചുകൊണ്ട് ദൈവം ആദ്യമായിട്ട് തന്ന, എൻ്റെ അപ്പൻ ദൈവത്തെ അറിഞ്ഞ, ദുശീലങ്ങളൊക്കെ മാറ്റി മദ്യപാനമൊക്കെ മാറി തകർച്ചകളിൽ നിന്ന് കരയേറാൻ തുടങ്ങിയ നാളിൽ വാങ്ങിത്തന്ന ആ മുതൽക്കൂട്ട്, ആ നിക്ഷേപം, അത് വെച്ച് ഈ കഴിഞ്ഞ ദിവസം മാതാവിൻ്റെ സ്തുതിഗീതങ്ങൾ പാടി കർത്താവിനെ ആരാധിച്ചു. മാതാവിനെ ആദരിക്കുന്നു, യേശുവിനെ ആരാധിക്കുന്നു. വീണ്ടും പറയുക, ഇന്നും അത് തന്നെയാണ് ചെയ്യുന്നത്. എൻ്റെ അമ്മയിലൂടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി ചോദിച്ചതൊന്നും ഇന്ന് വരെ എനിക്ക് കിട്ടാതിരുന്നിട്ടില്ല. വളരെയധികം കല്ല് കടിക്കുന്ന, കൈപ്പേറുന്ന ബാല്യകൗമാര യൗവന കാലഘട്ടങ്ങളിലൂടെ കടന്നു പോയപ്പോഴും പരിശുദ്ധ അമ്മയുടെ ആ തിരുക്കച്ചയാൽ പൊതിഞ്ഞു പിടിച്ച്, ഉണ്ണിയേശുവിനെ പൊതിഞ്ഞു പിടിച്ചതുപോലെ അമ്മ ശുശ്രൂഷയ്ക്ക് വേണ്ടി മാറ്റി നിർത്തിക്കൊണ്ട് കുടുംബജീവിതത്തോടൊപ്പം ഇന്ന് പ്രേക്ഷിത വേല ചെയ്തുകൊണ്ട് വളരെയധികം അപകർഷതാബോധവും ആന്തരിക മുറിവുകളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു എൻ്റേത്. എന്നാൽ അന്നും ഇന്നും ദൈവത്തിൻ്റെ ആ പ്രവർത്തനങ്ങൾക്ക് പരിശുദ്ധ അമ്മ തന്നെ വിട്ടുകൊടുത്തതുപോലെ വിട്ടുകൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവം തൻ്റെ ഉപകരണമായിട്ട് എടുത്ത് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. അതിൻ്റെയൊക്കെ ഒരു പങ്കാണ് ഇപ്പോൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ ആഗ്രഹങ്ങൾ ഒരുപാട് പണ്ട് പോലെ ഉണ്ട്. അതിനൊരു അറുതിയില്ലായിരുന്നു. സ്വപ്നങ്ങൾക്ക് പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ. പക്ഷേ ആ ആഗ്രഹങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ഹാർമോണിയത്തിൽ ഒതുങ്ങാനല്ല, മനോഹരമായ പിയാനോ, കീബോർഡ് തന്ന് ദൈവത്തെ ആരാധിച്ച് സാധിക്കുന്ന രീതിയിൽ നിരവധി അവസരങ്ങളിൽ ശുശ്രൂഷ ചെയ്യാനായിട്ട് സാധിക്കുന്നു. എങ്ങും കൊള്ളാതെ തട്ടിപ്പൊലിഞ്ഞു പോകേണ്ടിയിരുന്ന, എവിടെയൊക്കെയോ ചെതറി പോകേണ്ടിയിരിക്കുന്ന ആ അവസ്ഥകളെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തപ്പോൾ ദൈവം എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കുരിശിൻ ചുവട്ടിൽ നിൽക്കുന്ന പരിശുദ്ധ അമ്മയോടൊപ്പം ഇതാ നിൻ്റെ മകൻ, ഇതാ നിൻ്റെ അമ്മ എന്ന് ദൈവം തന്നെ നമുക്ക് ചൂണ്ടിക്കാണിച്ചു തന്ന അമ്മയോടൊപ്പം നമുക്ക് സഞ്ചരിക്കാം. കാൽവരി മലയിൽ സുതരോടൊപ്പം സഹരക്ഷകയാമെൻ അമ്മേ. കാൽവരി മലയിൽ സുതരോടൊപ്പം സഹരക്ഷകയാമെൻ അമ്മേ. അണയും നീ മക്കൾ നിൻ സവിധേ, നിറകണ്ണുകളോടെ നിൻ സവിധേ. അണയും നീ മക്കൾ നിൻ സവിധേ, നിറകണ്ണുകളോടെ നിൻ സവിധേ.
കാൽവരി മലയിൽ സുതനോടൊപ്പം സഹരക്ഷകയാമൻ അമ്മേ. അമ്മയോടൊപ്പം അപ്പോസ്തലപ്രവർത്തനം 1-ാം അധ്യായത്തിലെ 14-ാമത്തെ വാക്യത്തില് നമ്മൾ കാണുന്നുണ്ട്, അവർ ഏക മനസ്സോടെ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അവൻ്റെ സഹോദരരോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. എൻ്റെ പ്രിയ കുഞ്ഞെ, പ്രിയ ദൈവ പൈതലെ, പ്രിയ സഹോദര സഹോദരി, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പരിശുദ്ധമ്മയോടൊപ്പം ആയിരിക്കുമ്പോൾ ഇതാ പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കാനുള്ള ഒരു അഭിഷേകം. അപ്പോസ്തലപ്രവർത്തനം 1:14 കിട്ടുന്ന ആ അഭിഷേകം എന്നിലും നിങ്ങളിലും ഇപ്പോൾ ഉണ്ടാകട്ടെ. പലവിധ ആകുലതകളും ഉത്കണ്ഠകളും മുറിവുകളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. അതെല്ലാം ആ പാദാന്തികത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് യേശുവിനെ ആരാധിക്കാം. ഞാൻ ഹാർമോണിയത്തിലൂടെ വായിക്കാൻ തുടങ്ങി കീബോർഡിലേക്ക് കടന്നു വരുമ്പോൾ ആദ്യമായിട്ട് ദൈവത്തിൻ്റെ കൃപയാൽ മാതാവിൻ്റെ പാട്ട് വായിക്കാനായിട്ട് സാധിച്ചത് ഇതാണ്. നിത്യവിശുദ്ധയാം കന്യാമറിയമേ, നിൻ നാമം വാഴ്ത്തപ്പെടട്ടെ. നന്മ നിറഞ്ഞ നിൻ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾക്കനുഗ്രഹമാകട്ടെ. നിത്യവിശുദ്ധയാം കന്യാമറിയം, നിൻ നാമം വാഴ്ത്തപ്പെടട്ടെ. നന്മ നിറഞ്ഞ നിൻ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾക്കനുഗ്രഹമാകട്ടെ. എന്താകും? ഞങ്ങൾക്കനുഗ്രഹമാകട്ടെ. ആകുമോ? ആയിരിക്കും, ഒരു സംശയമില്ല. മാതാവിൻ്റെ അടുത്ത് വരുന്നത് തന്നെ, ആ മധ്യസ്ഥം തേടുന്നത് തന്നെ വലിയ ഒരു അനുഗ്രഹമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ബർണാദ് പ്രാർത്ഥിക്കുന്നത്, എത്രയും ദയയുള്ള മാതാവേ എന്ന്. ലൂക്കാസ് സുവിശേഷത്തിലെ 1-ാം അധ്യായത്തിലെ 42-ാമത്തെ വാക്യത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, നീ സ്ത്രീകളിൽ അനുഗ്രഹീത, നിന്റെ ഉദരഫലം അനുഗ്രഹീതം. സ്ത്രീകളിൽ അനുഗ്രഹീത, നിന്റെ ഉദരഫലം അനുഗ്രഹീതം. സ്വർഗം തന്നെ സാക്ഷ്യപ്പെടുത്തിയ ഇനി ആരുടെ സാക്ഷ്യമാണ് വേണ്ടത്? അതുകൊണ്ട് പരിശുദ്ധ അമ്മയിലൂടെ ഈശോയിലേക്ക് നമ്മുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളെല്ലാം സമർപ്പിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. കുഞ്ഞുണ്ണി മാഷിൻ്റെ വരികൾ ഓർക്കുകയാണ്, അമ്മി എന്നാൽ അരകല്ല്, അമ്മ എന്നാൽ അമ്മിഞ്ഞക്കല്ല്. അമ്മി എന്നാൽ അരകല്ല്. അരകല്ലൊക്കെ പോയ വഴി കാണാനില്ല അല്ലേ? എല്ലായിടത്തും മിക്സിങ് ഗ്രൈൻഡറൊക്കെ കയറി പിടിച്ചു കഴിഞ്ഞ്. പക്ഷേ എന്നാലും ഓർമ്മയ്ക്ക് അതെല്ലാം സൂക്ഷിക്കുന്നവർ ഇപ്പോഴും ഉണ്ട്. ആ രുചിയും രസവും വേറെ ഒന്നിലും അരച്ചാലും കിട്ടത്തില്ല. അപ്പോൾ അതിലേക്ക് തിരിച്ചു വന്ന് തുടങ്ങി പലയിടത്തും പല രീതിയിലും. അമ്മി എന്നാൽ അരകല്ല്, അമ്മ എന്നാൽ അമ്മിഞ്ഞക്കല്ല്. അപ്പൊ അത് മറന്നു പോകരുത്. നന്മ നേരുമമ്മ, പെണ്ണിൻ രാജകന്യ, ധന്യാസവന്യ, മേരി ലോകമാതാ, മേരി ലോകമാതാ. പ്രഭാഷകൻ 41 പറയുന്നത് തന്നെ സർവരുടെയും മാതാവെന്നാണ് അവിടെ വിളിക്കുന്നത്. മേരി ലോകമാതാവ്. വെളിപാട് 12:1 പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീ എന്നാ പറയുന്നത്. ഇനി അതിന് മീതെ അതിന് താഴെ വേറെ ആരാ ഉള്ളത്? എന്താ ഉള്ളത്? സൂര്യകരം വാരയെടുത്തു, ചന്ദ്രക്കല പീഠവുമാക്കി, താരാമുടി ചൂടി വരുന്നോരഴകേറും കന്യകയാരോ, അഴകേറും കന്യകയാരോ, അഴകേറും കന്യകയാരോ. വിമലേ അംബികെ നിന്നുടെ സവിതേ, അഭയം തേടി വരുന്നു ഞാൻ.
ഞങ്ങൾ ഗുഡ് ന്യൂസ് ധ്യാന കേന്ദ്രത്തിൽ ഒരു 6-7 ദൈവകരണാനുഭവ ധ്യാനം ബഹുമാനപ്പെട്ട ഡൊമിനിക് പത്യാലച്ചൻ്റെ കൂടെ ശുശ്രൂഷ ചെയ്ത് അന്ന് ഈ പാട്ട് വിമല അംബിക എന്നുള്ള ക്ലെമൻ്റ് എന്ന് പറയുന്ന സഹോദരനുണ്ടായിരുന്നു. ഞങ്ങൾ പാടിയപ്പോൾ ഒത്തിരി അഭിഷേകം ആവർത്തിച്ചപ്പോൾ ഒത്തിരി പരിശുദ്ധാത്മാഭിഷേകം സ്പർശനങ്ങൾ അനേകം കിട്ടിയത് ഓർക്കുകയാണ്. വിമലേ അംബികേ നിന്നുടെ സവിതേ അഭയം തേടി വരുന്നു ഞാൻ, എന്നുടെ അർച്ചന യാചനയെല്ലാം കൈക്കൊള്ളണമേ ത്രായേ നീ, കൈക്കൊള്ളണമേ തായേ നീ. അഴലാവാഴിയിൽ കാഴാതെന്നെ അലിവെഴുമമ്മേ കാത്തരുൾക, പാപക്കരിനിഴൽ വീശും നേരം കൃപയുടെ കതിരുകൾ ചൊരിയണമേ, കൃപയുടെ കതിരുകൾ ചൊരിയണമേ. വിമലേ അംബികേ നിന്നുടെ സവിതേ അഭയം തേടി വരും ഞാൻ. മത്തായി 10:18-3 പറയുന്നുണ്ട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആകണം. അതായത് ഈ വരികളിൽ പാടുന്നുണ്ട്, നിന്റെ അമ്മയുടെ സവിതേ വരും, അഭയം തേടി വരുന്നു എന്ന്. കുഞ്ഞുങ്ങളെല്ലാ കാര്യത്തിനും മാതാപിതാക്കളുടെ അടുത്ത് അമ്മയുടെ അടുത്ത് ഓടി വരുമ്പോഴത്തേക്ക് ഞാനൊക്കെ അടികൊള്ളാതിരിക്കാനും ചീത്ത കേൾക്കാതിരിക്കാനും എന്ത് കുരുത്തക്കേടുണ്ടാക്കിയാലും ഓടി സഹായം നേടുന്നത് ആരുടെ? അമ്മയുടെ അടുത്താണ്. അപ്പം അമ്മയുടെ റെക്കമെൻഡേഷൻ കൊണ്ട് പലപ്പോഴും രക്ഷപ്പെട്ട അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വലിയ പ്രശ്നങ്ങൾ പറ്റിപ്പോയിട്ടും ഏതാ അമ്മ ഒന്ന് ഒരു താണ് കേണക്ക അപ്പൻ്റെ മൂടൊക്കെ നോക്കി പറഞ്ഞപ്പോൾ എക്സ്ക്യൂസ് കിട്ടിയ അവസരങ്ങൾ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. എനിക്കാണെങ്കിൽ ഒത്തിരി കുരുത്തക്കേടുകൾ പറ്റിയിട്ടുണ്ട്. ചെയ്യരുതെന്ന് പറഞ്ഞാൽ അത് തന്നെ ചെയ്യും, കയറരുതെന്ന് പറഞ്ഞാൽ അവിടെ തന്നെ പടച്ച് കയറും. മറിഞ്ഞ് കെട്ടി പൊട്ടി സ്റ്റിച്ചൊക്കെ ഇട്ട് ഒന്നും പറയണ്ട. എന്ത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ഭയങ്കര ഒത്തിരി മുറിവുകളും വിഷമങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടങ്ങളായിരുന്നു ആ ചെറുപ്രായം. ഒന്നും പറയണ്ട. അപ്പോൾ ഇതെല്ലാം ദൈവം ഈശോ തൊട്ട് മാതാവിൻ്റെ ഒത്തിരി സഹായം. എൻ്റെ ജീവിതത്തിൽ ഏത് കാര്യം പറഞ്ഞാലും എനിക്ക് മാതാവിൻ്റെ മാധ്യസ്ഥം വഴി ലഭിച്ചിട്ടുള്ള സഹായങ്ങൾ എണ്ണമറ്റതാണ്, വർണ്ണനകൾക്കതീതമാണ്. 1 കൊരിന്ത്യർ 2:9 പറയുന്നുണ്ട്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി ഒരുക്കിയിരിക്കുന്നവ മനുഷ്യൻ്റെ കണ്ണ് കാണുകയോ കാത് കേൾക്കുകയോ ഹൃദയം ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ ദൈവത്തിൻ്റെ അരൂപി നിറഞ്ഞ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി മനുഷ്യൻ്റെ കണ്ണ് കാണുകയോ കാത് കേൾക്കുകയോ ഹൃദയം ഗ്രഹിക്കാത്ത രഹസ്യങ്ങളുടെ കലവറകൾ തുറന്ന് അനുഗ്രഹങ്ങൾ വർഷിക്കപ്പെട്ട അർഹതയില്ലാതിരുന്നിട്ടും ആ മാധ്യസ്ഥ ശക്തിയാൽ അനുഗ്രഹങ്ങൾ നിരവധിയായി ലഭിച്ചിട്ടുണ്ട്. കാരണം മിസ് അൽഫോൺസ് ലിഗോരി പറയുന്നു, പഴം വേണ്ടവർ വൃക്ഷത്തിൻ്റെ അടുക്കൽ പോകുന്നു. ഇതാ അതുപോലെ യേശുവിനെ വേണ്ടവർ ആരുടെ അടുത്ത് പോകും? പരിശുദ്ധ മറിയത്തിൻ്റെ അടുത്ത് ചെല്ലണം. ഞാനൊക്കെ ഓർക്കാണ് പണ്ട് ചെറുതായിരിക്കുമ്പോൾ ചന്ദ്രക്കാരൻ മാങ്ങ അവിടെ ഞങ്ങളുടെ തറവാടിൻ്റെ ഒക്കെ പറമ്പിലിട്ടു. അപ്പോൾ കാറ്റും മഴ ഇടിയൊക്കെ വന്നാലും പിള്ളേരൊക്കെ ഇങ്ങോട്ട് ഓടും ചന്ദ്രക്കാരൻ മാവിൻ്റെ ചുവട്ടിലേക്ക്. ലൈവായിട്ട് പഴുത്ത ചന്ദ്രക്കാരൻ മാങ്ങ പൊടി. ഇടിയും കാറ്റും മഴയൊന്നും നോക്കത്തില്ല, വീട്ടുകാർ പറഞ്ഞാലും രക്ഷയില്ല, പിടിച്ചാൽ കിട്ടത്തില്ല. ആരാദ്യം എത്തും അവർക്ക് കൂടുതൽ കിട്ടും. അപ്പോൾ അന്നും അടുത്ത ദിവസമൊക്കെ പഴമാങ്ങക്കറിയൊക്കെ വെക്കും. അത്ര വലിയൊരു മാവാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴൊക്കെയാണ് വീണ് കിട്ടുന്നത്. ഇതുപോലെ തന്നെ പഴം വേണ്ടവർ എവിടെ വരും? വൃക്ഷത്തിൻ്റെ അടുക്കൽ. മനസ്സിലാകാൻ വേണ്ടി നാടൻ ഭാഷയൊക്കെ ഉപയോഗിച്ചതാണ്. കർത്താവ് സംസാരിച്ചപ്പോഴത്തേക്കും വയലിൻ്റെയും കൃഷിക്കാരൻ്റെയും മുന്തിരിത്തോട്ടത്തിൻ്റെയും ആടുകളുടെയും വിത്തുകളുടെയും
എല്ലാം ഒട്ടകത്തിൻ്റെ എല്ലാ ഉപമകൾ പറഞ്ഞില്ലേ. അതുകൊണ്ട് ഭയങ്കര വലിച്ചു കീറി അലറി മനുഷ്യരെ പേടിപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ. മനുഷ്യർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ സംസാരിക്കാനാണ് ദൈവാത്മാവ് കൃപ തന്നുകൊണ്ടിരിക്കുന്നത്. കാണാൻ കണ്ണുള്ളവൻ കാണട്ടെ, കേൾക്കാൻ കാതുള്ളവൻ കേൾക്കട്ടെ. അത്രേ ഉള്ളൂ ഈ കാര്യത്തിലും പറയാം. ക്രൈസ്തലോ എൻ്റെ വാക്വിലാസമോ ശക്തിയോ ഒന്നുമല്ല, ദൈവത്തിൻ്റെ ആത്മാവ് പ്രേരണ വരുന്നത് കൊണ്ടാണ് ഏകദേശം രാത്രി 12 മണിയോടടുത്ത് ഇങ്ങനെ ഒരു ശുശ്രൂഷ ജോലി പറഞ്ഞു. എൻ്റെ ജീവിതങ്ങളെ പറഞ്ഞ് നല്ല സപ്പോർട്ടാണ്, എന്നാൽ ചെയ്തോ, ഒച്ചനൊക്കെ ഒന്നുമില്ലാതെ ക്രമീകരിച്ച് തരാമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരുക്കി തന്നു. അപ്പോൾ ഇത് മാതാവിൻ്റെ ഒരു മധ്യസ്ഥം തന്നെയാണെന്ന് വിശ്വസിക്കുകയാണ്. കാരണം ഇതിലൂടെ അനേകരെ സ്പർശിക്കുകയും സാന്ത്വനപ്പെടുത്തുകയും ആശ്വസിപ്പിക്കുകയും ജനിച്ചു വീഴുന്ന കുഞ്ഞിൻ്റെ ആ ആദ്യം മൊഴിയുന്ന അമ്മ എന്ന മന്ത്രം, ഇതാ എല്ലാ ശക്തിയും പോയി ചുണ്ടുകൾ വിറച്ച് ശരീരമൊക്കെ തണുത്ത് കയറിക്കൊണ്ടിരിക്കുമ്പോഴും അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ? എനിക്കുണ്ടായിട്ടുണ്ട്. ഞാൻ പോയി പ്രാർത്ഥിച്ച, മരണക്കിടക്കയിൽ പ്രാർത്ഥിച്ച, അല്ലെങ്കിൽ ഇനി എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല, സമയമായ പോയാ ഇല്ലേ വരുവോ ഇല്ലേന്ന് അറിയാം, അങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ പോയി പ്രാർത്ഥിക്കാനുള്ള അവസരങ്ങൾ ദൈവത്തിൻ്റെ കൃപ വന്നിട്ടുണ്ട്. പോയിന്ന് എല്ലാവരും പറഞ്ഞ, അല്ലെങ്കിൽ എല്ലാവരും അറിയിച്ചോന്ന് ഡോക്ടർമാർ പറഞ്ഞത് ഹൈ സ്പീഡിൽ തിരിച്ചു വന്നിട്ട് ഇപ്പം ചിരഞ്ജീവിയായിട്ടിരിക്കുന്ന അങ്ങനത്തെ സാക്ഷ്യങ്ങളും ഉണ്ട്. ഒരിക്കലൊരു കൈയൊഴിഞ്ഞ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ കഴുത്തിലെ ജപമാല ആ രോഗി ആശുപത്രിയിലാണ് രോഗിയുടെ കഴുത്തിൽ ഇട്ട് കൊടുത്തിട്ട് പറഞ്ഞു, തിരിച്ചു വരുമ്പോൾ എനിക്ക് തരണം. മരിക്കുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി. എങ്ങും കൊണ്ടുപോയില്ല. ആ കിടക്കുന്നിടത്ത് തന്നെ അതേ ആശുപത്രിയിൽ തന്നെ വെച്ച് രോഗി സൗഖ്യപ്പെട്ടു. അത്ഭുതകരമായ രോഗശാന്തി കിട്ടി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പം മറിയത്തിലൂടെ ഈശോയിലേക്ക്, അമ്മയുടെ അടുത്ത് പോയാൽ എത്തിക്കുന്നത് ഈശോയിലേക്ക് തന്നെ. പഴം വേണ്ടവ മത്തായി 12:33 പറയുന്നു, ഒന്നുകിൽ പഴം നല്ലത്, വൃക്ഷം നല്ലത്, പഴവും നല്ലത്, അല്ലെങ്കിൽ വൃക്ഷം ചീത്ത, പഴവും ചീത്ത. അപ്പോൾ നല്ല വൃക്ഷം നല്ല ഫലം പുറപ്പെടുവിക്കുന്നു. ഈ നല്ല വൃക്ഷം പരിശുദ്ധ മറിയമാണെങ്കിൽ ആ നല്ല വൃക്ഷം നമുക്ക് തരുന്ന നല്ല ഫലം ഇവിടെ യേശുവാണ്. വിശുദ്ധ അൽഫോൻസ് ലിഗോരിയുടെ പഠനങ്ങളാണ്. ആ നല്ല വൃക്ഷം പരിശുദ്ധ മറിയമാണെങ്കിൽ ആ നല്ല വൃക്ഷം തരുന്ന ഫലങ്ങൾ ആരാണ്? അത് യേശുവാണ്. ഗലാത്യ 5:22 പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ സ്നേഹം, സമാധാന, ആനന്ദ, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ നിറഞ്ഞ അമ്മയും മകനും ഒരേ കമ്പനിക്കാരെന്ന് പറയുന്നത് പോലെ. അപ്പം ഞങ്ങൾ വെള്ളിയാഴ്ച ദിവസം മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട് ഇവിടെ. എല്ലാ വെള്ളിയാഴ്ചയും 1.5 മണിക്കൂർ ടീമംഗങ്ങൾ സാധിക്കുന്നവരൊക്കെ വന്ന് പ്രാർത്ഥിക്കുന്നത് വർഷങ്ങളായിട്ട് ആചരിക്കുന്ന കാര്യമാണ്. അപ്പോൾ സാധാരണഗതിയിൽ ഭൂരിഭാഗവും പാടാറുള്ളൊരു പാട്ടാണ്, അമ്മേ 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 നിന്നോട് പൊന്നുണ്ണി മോനോടൊന്നു പറയൂ, പാവങ്ങൾ ഞങ്ങളിൽ കാരുണ്യം തൂവാൻ പൊന്നുണ്ണി മോനോടൊന്നു പറയൂ. അമ്മേ 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 നിന്നോട് പൊന്നുണ്ണി മോനോടൊന്നു പറയൂ, പാവങ്ങൾ ഞങ്ങളിൽ കാരുണ്യം തൂകുവാൻ പൊന്നുണ്ണി മോനോടൊന്നു പറയൂ. എൻ്റെ അമ്മച്ചിയാണ് ഈ പാട്ട് പഠിച്ചുകൊണ്ട് വന്നതും പഠിപ്പിച്ചത്. അമ്മച്ചി എഴുതിയതൊന്നുമല്ല കേട്ടോ. അമ്മച്ചി ഏതോ ധ്യാനത്തിൽ കൊടുമ്പടി താബോറിൽ പോയപ്പോഴാണെന്നുള്ളതാണ് ഓർമ്മ. വർഷങ്ങൾക്ക് മുമ്പ് അമ്മച്ചി പറഞ്ഞ് ഈ പാട്ട് ഞങ്ങൾക്ക് പഠിക്കാൻ പാടാമെന്നും പറഞ്ഞിട്ട് അമ്മച്ചി എന്നെ കുഞ്ഞുനാളിൽ പഠിപ്പിച്ച പാട്ടും ഓർമ്മയുണ്ട്. ചേത്താന്മാർ ഞങ്ങളെ കാത്തിടുകിൽ ചത്താലും ഞങ്ങൾക്കതിഷ്ടമല്ല, അയ്യോ മാതാവേ പിതാവേ അവറ്റേ, അയ്യായിരം കാതം ദൂരമാക്കി നിങ്ങളോടെ പാദ പങ്കജത്തിൽ ഞങ്ങളെ ചേർത്തു നീ കാത്തുകൊള്ളുക. വരികളൊക്കെ ഇച്ചിരി അങ്ങോട്ടൊക്കെ മാറിപ്പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പഴയ കാരണവന്മാർക്കൊക്കെ അറിയാവുന്ന ഒരു പാട്ടാണ്. ചെറുതായിരിക്കുമ്പോഴൊക്കെ അമ്മ പലപ്പോഴും എരിഞ്ഞടങ്ങുമ്പോഴൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ പാടിക്കാറുള്ള പാട്ടുകളാണ് ഇതൊക്കെ. മാലാക വന്നിടുന്നു, കല്ലറ നീക്കിടുന്നു, കാവൽക്കാരോടിടുന്നു വാ 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 എന്ന് പറഞ്ഞിട്ട്, ബാലകരെ വരുവിൻ
അപ്പം അങ്ങനെയുള്ള പാട്ടുകളൊക്കെ ഉണ്ട്. അപ്പം അമ്മയുടെ ആ നിർമ്മല ഹൃദയം അമ്മ ഞങ്ങളിലേക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലൂടെ മൊഴിഞ്ഞു തന്നിട്ടുള്ള വരികളും ഈണങ്ങളും ഒക്കെ ഇപ്പോഴും ഉണ്ട്. അവർ ഭയങ്കര പഠിപ്പോ അറിവോ ജ്ഞാനമോ ഉള്ള ആളുകളൊന്നും ആയിരുന്നില്ലെങ്കിലും ദൈവികമായ രഹസ്യങ്ങളിലേക്ക് ഞങ്ങളെ അടുപ്പിക്കുന്നവരായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് ഈ ശുശ്രൂഷ ചെയ്യാൻ ഇങ്ങനെ സാധിക്കുന്നത്. അമ്മേ 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 നിന്നോടെ പൊന്നുണ്ണി മോനോടൊന്ന് പറയൂ. എങ്ങനെ പറയാതിരിക്കും? ഇങ്ങനെ പാടിയാ ചോദിച്ചാ കണ്ണ് നനഞ്ഞാ തരാതിരിക്കോ? പാവങ്ങൾ ഞങ്ങളിൽ കാരുണ്യം തൂകുവാൻ പൊന്നുണ്ണി മോനോടൊന്നു പറയൂ. അമ്മേ 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 നിന്നോടെ പൊന്നുണ്ണി മോനോടൊന്നു പറയൂ. പാവങ്ങൾ ഞങ്ങളിൽ കാരുണ്യം തൂകുവാൻ പൊന്നുണ്ണി മോനോടൊന്നു പറയൂ. ആരോട് പറയാൻ? യേശുവിനോട് പറയാനാണ്. പരിശുദ്ധമ്മയുടെ അടുത്ത് വരുമ്പോൾ അമ്മേനോട് പാടുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിനാണ് മഹത്വം കൊടുക്കുന്നത്. നമ്മളിൽ ആരുടെയെങ്കിലും അപ്പനെയും അമ്മയെയും ആരെങ്കിലും ബഹുമാനിച്ചാൽ മക്കൾക്ക് ദേഷ്യം വരുമോ? ഒരിക്കലും ദേഷ്യം വരില്ല, അല്ലേ? കാരണം എന്താണ്? അപ്പനെയും അമ്മയും ബഹുമാനിക്കപ്പെടുമ്പോൾ മക്കൾ അതിനേക്കാൾ ആദരവും ബഹുമാനം കിട്ടുന്നവരായി തീരുന്നു. അപ്പൊ ആ ബോധ്യം നമുക്കുണ്ടാകണം. ആ അഭിഷേകം നമുക്ക് കിട്ടട്ടെ. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സുഹൃതങ്ങൾ നിറഞ്ഞിടാൻ സുതനെ വാഴ്ത്തുന്നു. ഇന്നോളം പാപത്തിൻ ദുർഗന്ധം പേറും ആത്മാവിൻ റൂഹാദൻ ധൂപം നിറയ്ക്കൂ. ആത്മാവിൽ റൂഹാദൻ ധൂപം നിറയ്ക്കൂ. സുഗന്ധവാഹിനിയായ അമ്മ, ദൈവകൃപ നിറഞ്ഞ അമ്മ, സുഗന്ധവാഹിനിയായ അമ്മ. അതുകൊണ്ട് കൃപ ലഭിച്ച ആ അമ്മയോടൊപ്പം ലൂക്കാ സുവിശേഷത്തില് നമ്മൾ കാണുന്നുണ്ട് 1:35 എന്താ പറയുന്നത്? അവിടെ ദൈവപുത്രൻ അനുഗ്രഹിക്കപ്പെട്ടവൻ, കൃപ നിറഞ്ഞവൾ എന്ന് അമ്മ വിളിക്കപ്പെടുമ്പോൾ, അനുഗ്രഹിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ദൈവപുത്രന്റെ അമ്മ എന്താണ്? അവള് കൃപ നിറഞ്ഞവള് തന്നെ, ദൈവപുത്രന്റെ അമ്മ തന്നെയാണ്. അപ്പോ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിന്റെ അമ്മ, യേശുവിന്റെ അമ്മ, എന്റെയും അമ്മ. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സുഹൃതങ്ങൾ നിറഞ്ഞിടാൻ സുതനെ വാഴ്ത്തുന്നു. ഇടനെഞ്ചിലെരിയുന്ന കനലിൻ്റെ ചൂടേറ്റ് പൊഴിയുന്ന കണ്ണുനീർ മുത്തെടുത്ത് അമ്മേ നിനക്കായി ഞാൻ കോർത്തൊരുക്കി 53 മണി ജപമാല. അമ്മേ നിനക്കായി ഞാൻ കോർത്തൊരുക്കി 53 മണി ജപമാല. ജപിക്കുക, ഉരുവിടുക എന്നാണ് അതിൻ്റെ അർത്ഥം. റോസരി, റോസാപ്പൂക്കൾ കൊണ്ടുണ്ടാക്കിയ മാല. ഓരോ നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലുമ്പോഴും ഓരോ റോസാപ്പൂക്കൾ ആ തിരുസന്നിധിയിലേക്ക് ഉയർത്തുകയാണ്. ഇനി 10 നന്മ നിറഞ്ഞ മറിയമേ ഒരാൾ ചൊല്ലുമ്പോഴും 10 നന്മ നിറഞ്ഞ മറിയമേ 10 പേര് ഒരുമിച്ച് ചൊല്ലുമ്പോഴും 10 പേര് ഒരുമിച്ച് ചൊല്ലുന്നതിൻ്റെ ആനുകൂല്യം ആ 10 പേർക്കും കിട്ടും. 10 പേരുടെ, ഇപ്പൊ 10 പേര് കൂടെ 100 എണ്ണം ചൊല്ലുന്നു, ഒരാൾ 10 എണ്ണം ചൊല്ലുന്നു. ഒരാൾ 10 എണ്ണം ചൊല്ലുന്നതും 10 പേര് കൂടെ 100 എണ്ണം ചൊല്ലുന്നതും തമ്മിൽ മാതാവ് വെളിപ്പെടുത്തിയ ദിവ്യരഹസ്യങ്ങളുടെ പുഷ്പകിരീടം എന്ന ഗ്രന്ഥത്തില് ഇതാ മാതാവ് പല വിശുദ്ധർക്കും മിസ്റ്റിക്കുകൾക്കും പല സന്ദേശങ്ങളും തന്നിട്ടുണ്ട്. അപ്പോൾ തന്നിട്ടുള്ളത് എന്താണ്? മാതാവ് വെളിപ്പെടുത്തി വേറൊന്നുമല്ല, ആ 10 പേര് ചൊല്ലുന്നതിൻ്റെ ആനുകൂല്യം 10 പേർക്കും ഒരേപോലെ കിട്ടും. 10 പേരും ചൊല്ലുന്നതിൻ്റെ, അല്ലെങ്കിൽ ഒറ്റപ്പെട്ട അനുഭവമല്ല. കാരണം ദൈവ സ്നേഹത്തിലാണ് വസിക്കുന്നത്. കർമ്മലനാദേ വാഴ്ക, നിർമ്മല കന്യേ വാഴ്ക, നിന്റെ മക്കൾക്ക് അഭയം നിരസിക്കരുതെന്നമ്മേ,
വിശുദ്ധ ബേസിൽ പഠിപ്പിക്കുന്നു, പരിശുദ്ധ അമ്മ എല്ലാവർക്കും അഭയസങ്കേതവും പാപികളുടെ ഗവൺമെന്റ് ആശുപത്രിയുമാണ്. ചിലപ്പോൾ നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ നമ്മൾ നെറ്റി വിളിക്കും അത്രയും. എന്നാൽ വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുന്നവർക്ക്, എന്നാളെ ഒരാൾ പറഞ്ഞതാ, ക്യാൻസർ വന്നെന്ന് പറഞ്ഞാൽ പിന്നെ ലോട്ടറി അടിച്ച പോലെയാണെന്ന്. അത് അങ്ങനെയുള്ള വലിയ വലിയ അസുഖം, അവരുടെ എല്ലാ കാര്യങ്ങളും ചികിത്സകളും 100% ഗവൺമെൻറ്റാണ്. നമുക്ക് ഇവിടെയൊക്കെ ഉണ്ട് ഒരുപാട്, പണ്ടത്തേലൊക്കെ ഒത്തിരി മാറ്റങ്ങളും പല സ്കീമുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് എല്ലാവരിലേക്കും എല്ലാ വിധത്തിലും എത്തിച്ചേരും. അപ്പോൾ ഒരാൾ രോഗിയായി കഴിഞ്ഞാൽ അവർ ഗവൺമെൻറ്റിൻ്റെ അസറ്റാണ്. അതുകൊണ്ട് അവരുടെ ജീവനും സ്വത്തിനും സമ്പത്തിനും എല്ലാവിധ ആനുകൂല്യങ്ങളും, പിന്നെ അവർക്ക് ജോലിയെടുക്കാൻ പറ്റിയില്ലെങ്കിലും ജീവിതകാലം മരുന്ന് വേണമെങ്കിലും എല്ലാം ആര് സംരക്ഷിക്കും? ഗവൺമെൻറ് സംരക്ഷിക്കും. അങ്ങനെയൊക്കെയാണ് വിദേശ രാജ്യങ്ങളിലൊക്കെ ഉള്ളത്. നമ്മുടെ ഇവിടെ പ്രൈവറ്റിൽ പോകാം, ഗവൺമെൻറ്റിൽ പോകാം. ഗവൺമെൻറ്റിൽ പോയാലും കൂടുതൽ വിദഗ്ധമായ ചികിത്സകളും സൗകര്യങ്ങൾക്കും വേണ്ടി വലിയ വലിയ ആശുപത്രികളൊക്കെ. എന്നാലും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് ഇപ്പോൾ എറണാകുളം ജനറൽ ആശുപത്രി പോയാൽ അവിടുന്ന് മെഡിക്കൽ കോളേജിലേക്ക് വിടും, അങ്ങനെ വീണ്ടും തിരുവനന്തപുരത്തേക്ക് വിടും, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ ഒത്തിരി തിരക്കുകളൊക്കെ എല്ലാം ഉണ്ട്, രോഗികളുടെ എണ്ണം വളരെ കൂടുതലാണ്. പക്ഷേ അപ്പോൾ ഇവിടെ വിശുദ്ധ ബേസിൽ പറയുന്നു, പരിശുദ്ധ അമ്മ എല്ലാവർക്കും അഭയസങ്കേതവും പാപികളുടെ ഗവൺമെൻറ് ആശുപത്രിയാണ് എന്ന് പറഞ്ഞാൽ ആരെല്ലാം ഉപേക്ഷിച്ച് കളഞ്ഞാലും അമ്മ ഉപേക്ഷിക്കത്തില്ല. കാരണം അമ്മയുടെ ഡ്യൂട്ടി അതാ. ദൈവം പരിശുദ്ധ അമ്മയെ നിർത്തിയിരിക്കുന്നത്, അന്നും ഇന്നും തിരഞ്ഞെടുത്തിരിക്കുന്നത് നമുക്ക് ഏത് ആപത്ഘട്ടത്തിലും ഓടി അണയാൻ സഹായം നൽകുന്നതിനു വേണ്ടിയാണ്. വിശുദ്ധ ബർണാദ് പഠിപ്പിക്കുന്നുണ്ട്, അവൾ എല്ലാ നന്മകളുടെയും പൂർണ്ണതയാണ്. വിശുദ്ധ ബെനവന്തൂര് പഠിപ്പിക്കുന്നു, അമ്മയുടെ അങ്ങയോട് കൃപയ്ക്കായി പ്രാർത്ഥിക്കാത്തവരെ കുറിച്ച് എൻ്റെ നാഥേ ചോദിക്കാത്ത അവർ അങ്ങേക്കെതിരായി പാപം ചെയ്യുന്നുവെന്ന്. കഷ്ടമോർക്കണേ. അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി നമുക്ക് പ്രാർത്ഥിക്കാം. റോസാപ്പൂവേ റോസാപ്പൂവേ സ്വർഗീയ റോസാപ്പൂവേ 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 സ്വർഗീയ റോസാപ്പൂവേ ലെബനോനിൽ വിരിയും ലില്ലിപ്പൂവേ ഗാഗുൽത്തായുടെ ചൈതന്യമേ ഗാഗുൽത്തായുടെ നൊമ്പരമേ. ഗാഗുൽത്തായുടെ നൊമ്പരമേ. ആ നൊമ്പരം, ആ ചൈതന്യം, ആ സ്നേഹം, ആ അഭിഷേകം എൻ്റെ നിങ്ങളുടെ ഉള്ളിൽ നിറയട്ടെ. നമ്മുടെ എല്ലാ സങ്കടങ്ങളെയും പരിശുദ്ധ അമ്മയിലൂടെ ഈശോയ്ക്ക് നമുക്ക് കൊടുക്കാം. അമ്മയുടെ അടുത്ത് വരുമ്പോൾ യോഹന്നാൻ 2:5 ഡു വാട്ട് എവർ ഹി ടെൽസ്, അവൻ ടെൽസ് യു, അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുക. അതുകൊണ്ട് വചനപ്രകാരം ജീവിക്കാം, വചനത്തിൽ നമുക്ക് ജീവിക്കാം, മാറ്റങ്ങൾ വരുത്താം. കൃപയുടെ വാതിൽ നമുക്കായി തുറക്കപ്പെടും. ആദിമാതാവ് എന്താ ചെയ്തത്? ഇതാ പാപം മൂലം ദൈവകൃപ നഷ്ടപ്പെടുത്തിയപ്പോൾ ഒരു വീണ്ടെടുപ്പിന് വേണ്ടി ദൈവം ആരെ തന്നു? അനുസരണക്കേടുള്ളിടത്ത് അനുസരണമുള്ള ഇതാ പരിശുദ്ധ അമ്മയെ ദൈവം തിരഞ്ഞെടുത്തു. പരിശുദ്ധ അമ്മയെ തെരഞ്ഞെടുത്തു. കാലിത്തൊഴുത്തിലും കാൽവരിയിലും കാനായിലും എതിർപ്പുകളിലും അവഗണനകളിലും എല്ലായിടത്തും സഹനങ്ങളിൽ അടിപതറാതെ നിന്ന അമ്മ. രാജകന്യകയെ സ്വസ്തി, കരുണയെഴും തായേ, ജീവനുമെൻ ശരണവുമേ, മധുരിത മാതാവേ, മധുരിത മാതാവേ. വീടിൻ്റെ അടുത്ത്, ഞാനിപ്പോൾ ചളിക്കവട്ടത്താണ് താമസിക്കുന്നത്. പാലാരിവട്ടം മെഡിക്കൽ സെൻ്ററിൻ്റെ അടുത്ത് ഡോൺ ബോസ്കോ കൾച്ചറൽ സെൻ്റർ ഉണ്ട്. അവിടുത്തെ ആ കുട്ടികൾ കുർബാനയ്ക്ക് പാടുന്ന, പണ്ട് മുതലേ കേട്ടു പതിഞ്ഞ് പഠിച്ച പാട്ടാണ്. എല്ലാ ദിവസവും എടവപ്പള്ളി ദൂരത്തായതുകൊണ്ട് ഇതാ ഡോൺ ബോസ്കോയിലേക്ക് അനുദിന കുർബാനയ്ക്ക് ഒരുപാട് തവണ പങ്കെടുത്തിട്ടുണ്ട്. അപ്പം അങ്ങോട്ട് ലയിച്ചു പോകുന്ന, മനസ്സിൽ പതിയുന്ന ഒരു പാട്ടിൻ്റെ വരികളാണ്. എന്ന് മാത്രമല്ല അവിടുത്തെ പിള്ളേരൊക്കെ ദൈവമേ
അപ്പനും അമ്മയും ഇല്ലാത്തവരും ഉണ്ട്, ഉള്ളവരും ഉണ്ട്, അല്ലെങ്കിൽ അപ്പം മാത്രമുള്ളത് അമ്മ മാത്രമുള്ളവരും സാമ്പത്തിക ഇല്ലാത്തവരും ഒക്കെ ഉണ്ട്. അപ്പോൾ ആ കുട്ടികളൊക്കെ ഞങ്ങളുടെ കൂടെ പഠിച്ച കാലഘട്ടങ്ങളിൽ അവരൊക്കെ പാട്ടുപാടുകയും ഓർഗൻ വായിക്കുകയും തബല കൊട്ടുകയും ഗിറ്റാർ വായിക്കുകയും ഡാൻസ് കളിക്കുകയൊക്കെ, കാരണം അവിടെ അതെല്ലാം പഠിപ്പിക്കും, പരിശീലിപ്പിക്കും, അതെല്ലാം ചെയ്യും. കുർബാനക്കൊക്കെ വായിക്കുന്ന കാണുമ്പോൾ അന്തിച്ച് നോക്കി നിന്നിട്ടുണ്ട്. ഒരു കൊച്ചസൂയ മനസ്സിൽ. അപ്പോൾ എനിക്ക് കുഞ്ഞുനാൾ മുതലേ ഇങ്ങനെ ഒരു ആഗ്രഹവും താല്പര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അന്നൊന്നും ഒരു വഴിയുമില്ലായിരുന്നു. നല്ല അടി കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ പറഞ്ഞുകൊണ്ട്. എന്നിട്ട് അമ്മയൊക്കെ കൈക്കിട്ടൊക്കെ അവൻ്റെ കൈ കിരുകിരിക്കണെന്നും പറഞ്ഞിട്ട് കൊട്ടനവന് ഇവിടെ മനുഷ്യന് എന്നും പറഞ്ഞിട്ട് പറയും. കാരണം ബിസിനസ് എല്ലാം തകർന്ന് തരിപ്പണമായി പോയ, പക്ഷെ ഒന്നും മറക്കാത്ത കണ്ണുനീർ തിടക്കുന്ന കൂടെ നിൽക്കുന്ന അമ്മയുണ്ട്. ആ വത്സല സുധനുണ്ട്. യെശയ്യാ 45:2-3 ഇതാ ഞാൻ നിനക്ക് മുമ്പേ പോയി ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും കുന്നുകൾ നിരപ്പാക്കുകയും എന്ത് ചെയ്യും? പിച്ചളക്കോട്ടകൾ തകർക്കുകയും. ഇരുമ്പോടാമ്പലുകൾ, കുന്നുകൾ, പിച്ചളക്കോട്ടകൾ, ഇതൊന്നും ഒരു പ്രശ്നമല്ല. അതുകൊണ്ട് നമ്മളെ തകർത്ത, തടഞ്ഞ, നശിപ്പിച്ച, നഷ്ടപ്പെടുത്തിയ വഴികളും കാലങ്ങളും ഒന്നും അതൊക്കെ എഴുതി തള്ളി പുത്തൻ അഭിഷേകത്താൽ നിറച്ച് ദൈവം അന്നും ഇന്നും ഉപയോഗിക്കും. വീണ്ടും യെശയ്യാ 45:3 അന്ധകാരത്തിലിരിക്കുന്ന നിധികളും രഹസ്യത്തിലിരിക്കുന്ന ധനശേഖരവും ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരും. യോഹന്നാൻ 14:1 പറയുന്നുണ്ട്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. ആരൊക്കെയോ ഒത്തിരി അസ്വസ്ഥപ്പെടുന്നവരുണ്ട്, പരതുന്നവരുണ്ട്, ആകുലപ്പെടുന്നവരുണ്ട്. ഇതൊന്നും മനസ്സിൽ തങ്ങുന്നില്ല, കേൾക്കാനേ തോന്നുന്നില്ല, കേട്ടിട്ടും എന്ത് ചെയ്യണമെന്നറിയുന്നില്ല, എങ്ങനെ പ്രാർത്ഥിക്കണമെന്നറിയില്ല. വിഷമിക്കേണ്ട, ദൈവവചനം പ്രവർത്തിക്കും. യോഹന്നാൻ 14:18 പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. നമ്മൾ അനാഥ ജന്മമായി പോകാതിരിക്കാൻ വേണ്ടി അനാഥ കൊച്ചുങ്ങളായി ജനിച്ചാൽ മതിയായിരുന്നെന്ന് ഒക്കെ വിചാരിച്ചു പോയ കാലഘട്ടങ്ങളുണ്ടായിരുന്നു. നിവൃത്തിയുടെ കൊണ്ടാട്ടോ. അപ്പോൾ ഇന്നാൾ ഞാൻ ഒരു അനാഥ മന്ദിരത്തിലൊരു കൊച്ചിനെ ഇങ്ങനെ പ്രാർത്ഥിച്ച് മെസ്സേജ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ കൊച്ചു പറഞ്ഞാൽ പഠിച്ച് ഡോക്ടറായി. അവൾ പാട്ട് പാടി. ഞാൻ അന്ന് കുർബാനയ്ക്ക് കീബോർഡ് വായിച്ചു കൊടുത്തു. അപ്പോൾ ആ കുട്ടി എന്നോട് പറഞ്ഞു, ഞാൻ ചോദിച്ചു, മോളെ തുറന്ന് സംസാരിക്കുന്ന ഒരു ജോളിയായിട്ടുള്ള ഭവത. ഞാൻ പറഞ്ഞു, അച്ഛനും അമ്മയും ഇല്ലാത്തതിൽ ദുഃഖം ഉണ്ടാന്ന് ചോദിച്ചു. അച്ഛനും അമ്മ ഉണ്ടായിരുന്നെങ്കിൽ വല്ല കൂലിപ്പണിക്ക അല്ലെങ്കിൽ വല്ല ചെറിയ ജോലിയും ചെയ്ത് അവിടെ ഞാനേ അല്ല, വിഷമം ഇല്ലെന്നല്ല ബ്രദറെ, പക്ഷേ ദൈവം എന്നെ ഒരു ഡോക്ടറാക്കി മാറ്റാൻ ആദ്യം മുതലേ പദ്ധതി ഉണ്ടായിരുന്നതിൻ്റെ ഭാഗമാണ് ഈ സ്ഥാപനത്തിലെത്തിയത് കൊണ്ട് ഇവർ ഞങ്ങളെ വളർത്തി പഠിപ്പിച്ച് വലുതാക്കി, പഠിക്കാൻ താല്പര്യം ആഗ്രഹമുള്ളതുകൊണ്ട് ഡോക്ടറാക്കി. അതുകൊണ്ട് ദൈവം ഒന്ന് വഴിതിരിച്ച് വിട്ടതാട്ടെ. എനിക്ക് അവരോടൊന്നും വെറുപ്പും വിദ്വേഷവും ഒന്നുമില്ല. ഞാൻ എൻ്റെ ജീവിതത്തെ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞു തുറയ്ക്കാം. അതുകൊണ്ട് നമ്മൾ ഏത് പ്രതിസന്ധിയിലായിരുന്നാലും പരിശുദ്ധമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ യേശുവിൻ്റെ സ്നേഹത്തിൽ എന്നെയും നിങ്ങളെ പൊതിഞ്ഞു പിടിക്കും. പെറ്റമ്മ മറന്നാലും മറക്കാത്ത ദൈവത്തിൻ്റെ അമ്മയെ തന്നുകൊണ്ട് ദൈവം എന്നെയും നിങ്ങളെ, യെശയ്യാ 49:15-16 പറയുന്നുണ്ട്. അതുകൊണ്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സ്വന്തം അമ്മയോട് അല്ലെങ്കിൽ അമ്മായി അമ്മയോട്, ചില സ്ത്രീകളോട് അവരിൽ നിന്നുണ്ടായിട്ടുള്ള മുറിവുകൾ വിഷമിക്കുന്നവരുണ്ടെങ്കിൽ ആ മുറിവുകളെല്ലാം പരിശുദ്ധ അമ്മയുടെ സാന്ത്വന സ്പർശനത്താൽ, സ്നേഹത്താൽ പരിശുദ്ധാത്മാവ് ഉണക്കും. ആ സാന്നിധ്യം കിട്ടും. അതുകൊണ്ട് എൻ്റെ അമ്മേ എൻ്റെ ആശ്രയമേ എന്ന് പ്രാർത്ഥിക്കാൻ, എൻ്റെ അമ്മേ എൻ്റെ ആശ്രയമേ എന്ന് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങുക. മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ? പെറ്റമ്മ പുത്രനോട് കരുണ കാണിക്കാതിരിക്കുമോ? അവൾ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. യെശയ്യാ 49:15-16 അമ്മ മറന്നാലും മറക്കാത്ത ദൈവത്തിൻ്റെ സ്നേഹം ഇന്നീ വരികളിലൂടെ രാജകന്യകയെ സുസ്തി. എങ്ങനെയാ കന്യകയായിരിക്കുന്നത്? ഒരു കുഞ്ഞിന് ജന്മം കൊടുത്താൽ അതിനെക്കുറിച്ച് വിശുദ്ധ അഗസ്ത്യൻ പറയുന്നുണ്ട്. കണ്ണാടിയിലൂടെ പ്രകാശം കടന്നു വരുമ്പോൾ അപ്പുറത്തുള്ള വസ്തുക്കൾ വ്യക്തമായി കാണുന്നത് പോലെ ദൈവത്തിനെല്ലാം സാധിക്കും. ഇതാ കണ്ണാടിക്ക് പോറലേൽക്കാതെ അപ്പുറത്തുള്ള വസ്തുക്കൾ വ്യക്തമായിട്ട് സൂര്യപ്രകാശം കടന്നു വരുമ്പോൾ സാധിക്കുന്നത് പോലെ തന്നെയാണ് പരിശുദ്ധ അമ്മയിൽ ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിച്ചത്. ദൈവത്തിന് എങ്ങനെ വേണമെങ്കിലും പ്രവർത്തിക്കാൻ സാധിക്കും. ആദിയിൽ ദൈവം ഒരു തുടക്കം, അമ്മയില്ലാതെ അപ്പനിലൂടെ സൃഷ്ടികർമ്മം. ദൈവം മണ്ണുകൊണ്ട് മനുഷ്യനെ മെനഞ്ഞ് ആദത്തിൻ്റെ വാരിയെല്ലെടുത്ത് അതിൽ നിന്ന് സ്ത്രീയെ മെനഞ്ഞെന്നൊക്കെ പറയുമ്പോൾ, എന്നാൽ വീണ്ടും ഒരു പുതിയ തുടക്കം, അപ്പനെ പുരുഷനെ അറിയാതെ അമ്മയിലൂടെ പാപം ചെയ്ത മനുഷ്യനെ ദൈവത്തിന് എങ്ങനെയും പ്രവർത്തിക്കാൻ സാധിക്കും. ഒരു വണ്ടി ഉണ്ടാക്കിയതിന് അതിൻ്റെ ഏത് കംപ്ലൈൻറ്റും ഏത് രീതിയിലും മാറ്റിയെടുക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ദൈവത്തെ സംശയിക്കാതെ, ചോദ്യം ചെയ്യാതെ,
മോശ കണ്ട മുൾപടർപ്പ് പോലെ. എങ്ങനെയാണ്? കത്തിയെരിഞ്ഞിട്ടും നശിച്ചു പോകാത്ത മുൾപടർപ്പിലൂടെയാണ്. കത്തുന്നത് കണ്ട് അടുത്ത് ചെന്ന മോശ അതിൽ നിന്ന് ദൈവസ്വരം ശ്രവിച്ച് തൻ്റെ ദൗത്യം തിരിച്ചറിയുകയാണ്. അതുകൊണ്ട് കത്തിയെരിയുന്ന പരിശുദ്ധ അമ്മ, കന്യാത്തം നഷ്ടപ്പെടാത്ത പരിശുദ്ധ അമ്മ ഇന്നും കരങ്ങൾ കൂപ്പി നമുക്ക് വേണ്ടി മധ്യസ്ഥയെ അയച്ചുകൊണ്ട് പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി, തിരുസഭയ്ക്ക് വേണ്ടി, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കുകയാണ്. അമ്മയുടെ മാധ്യസ്ഥം വഴി രാജകന്യകയെ സുസ്തി, കരുണയെഴും തായേ, ജീവനുമെൻ ശരണവുമേ, മധുരിത മാതാവേ. എങ്ങനെ മധുരിത മാതാവേ. ഹൗവാദൻ പ്രവാസികളാമീ മക്കളിതാ നിന്നെ വിളിപ്പോ കണ്ണീർ താഴ്വരയിൽ ഏണിടും നമ്മേ. രാജകന്യകയെ സുസ്തി, കരുണയെഴും തായേ, ജീവനുമെൻ. അത് പറയുമ്പോ അവിടെ ചങ്കീന്ന് വരണം. ജീവനുമെൻ ശരണവുമേ, മധുരിത മാതാവേ. അമ്മേ, ആ കാപ്പായിൽ പൊതിഞ്ഞു പിടിക്കണമേ. ഞങ്ങളുടെ കാലടികളെ ആ പുത്രനിലേക്ക് അങ്ങ് നയിക്കണമേ. ശത്രുപടകളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെയും ഞങ്ങളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടവരെയും ഞങ്ങൾ പ്രാർത്ഥിക്കാമെന്നേറ്റിരിക്കുന്നവരെയും അമ്മ പൊതിഞ്ഞു പിടിക്കണമേ. അങ്ങയുടെ അമ്മയുടെ ആ വാത്സല്യം, മാതൃസ്നേഹം കൊണ്ട് അവരെ പുണരണമേ, അവരെ വിശുദ്ധീകരിക്കണമേ. തിരുക്കുമാരൻ്റെ ആ പരിശുദ്ധ സ്നേഹം കൊണ്ട് അവരെ നിറക്കണമേ. പരിശുദ്ധാത്മാവ് നിറഞ്ഞ അമ്മേ. ലൂക്ക 1:35. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അതിൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ഈ വചനം അമ്മ ഏറ്റെടുത്തതുപോലെ വചനം സ്വീകരിക്കാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ, ഞങ്ങളുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കണേ. അശുദ്ധി, തഴക്ക ദോഷങ്ങൾ, തിന്മയുടെ ബന്ധനങ്ങൾ, തെറ്റായ കൂട്ടുകെട്ടുകൾ ഈ നിമിഷം വലിച്ചെറിയുവാനും പുത്തൻ അഭിഷേകത്താൽ ആ ഹൃദയത്തെ, ഞങ്ങളുടെ ഹൃദയങ്ങളെ പവിത്രമാക്കുന്നതിനു വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തീർച്ചയായിട്ടും ഒരു വലിയ അത്ഭുതം, ഒരു മധ്യസ്ഥ സഹായം ഇത് കേൾക്കുന്ന, കാണുന്ന, പങ്കെടുക്കുന്നവരുടെ മേൽ പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥം വഴി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ അമ്മ നിരന്തരം നമുക്ക് വേണ്ടി, പാപികൾക്ക് വേണ്ടി, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി അവിടുത്തെ സന്നിധിയിൽ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മ ഓടി വരും, അടുത്തു വരും, സഹായിക്കും, പുതിയ കാര്യങ്ങൾ സംഭവിക്കും. സ്വർഗം നമുക്ക് അനുകൂലമാക്കി തരും. ദൈവം പ്രവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായി.